ആരെയും കൂസാത്ത ഇരുമ്പുമറയുള്ള പ്രോട്ടോകോളുള്ള ഒരു രാജ്യം, ഒരു ഭരണാധികാരി, അമേരിക്കൻ പ്രസിഡന്റോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോ ആര് തന്നെ വന്നാലും കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ മാത്രമേ അദ്ദേഹം അതിഥികളെ സ്വീകരിക്കാറുള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ കരുത്തനായ ഭരണാധികാരി വന്നാലും എയർപോർട്ടിൽ പോയി സ്വീകരിക്കുന്ന പതിവ് ഒമാൻ രാജവംശത്തിനില്ല. അങ്ങനെയിരിക്കെ 1994 ആ സംഭവം നടന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ വിമാനം ഒമാനിലെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങുന്നു. വിമാനത്തിന്റെ വാതിൽ തുറന്നതും അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു തള്ളി. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തന്റെ രാജ്യത്തെ എല്ലാ രാജകീയ പ്രോട്ടോകോളുകളും കാറ്റിൽ പറത്തി സാക്ഷാൽ ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് റൺവേയിൽ കാത്തുനിൽക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല. VIP പടവുകൾ ഇറങ്ങി വരാൻ അദ്ദേഹം താഴെ കാത്തുനിന്നില്ല. സുൽത്താൻ വേഗത്തിൽ വിമാനത്തിന്റെ പടികൾ ഓടിക്കയറി വിമാനത്തിനുള്ളിലിരിക്കുകയായിരുന്ന ആ വയോധികനായ ഇന്ത്യൻ പ്രസിഡന്റിനെ ചേർത്തുപിടിച്ച് സ്വന്തം പിതാവിനെ എന്ന പോലെ അതീവ ബഹുമാനത്തോടെ പതുക്കെ കൈപിടിച്ച് താഴേക്ക് നടത്തിക്കൊണ്ടുവന്നു. താഴെ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ ലോകോത്തര ബ്രാൻഡിന്റെ ഒരു രാജകീയ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനടുത്തേക്ക് നടന്നെടുത്ത സുൽത്താൻ ഡ്രൈവറെ രൂക്ഷമായി നോക്കി. മാറി നിൽക്കാൻ കണ്ണുകൊണ്ട് ഒരൊറ്റ ആംഗ്യം. ഡ്രൈവർ ഞെട്ടിമാറി. പിന്നീട് ലോകം കണ്ടതെന്താണെന്നറിയുമോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ മാസ് സീൻ. അറബ് ലോകത്തെ ഏറ്റവും കരുത്തനായ ആ ഭരണാധികാരി സ്വന്തം കൈകൊണ്ട് കാറിന്റെ ഡോർ തുറന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ ഫ്രണ്ട് സീറ്റിലിരുത്തി. ശേഷം രാജകീയ കുപ്പായമണിഞ്ഞ സുൽത്താൻ നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക്. ഒമാന്റെ രാജാവ് സ്വന്തം അതിഥിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് കാർ ഓടിച്ചുപോയി. എന്തിനായിരുന്നു ലോകം കണ്ട ആ വലിയ പ്രോട്ടോകോൾ ലംഘനമെന്നറിയാമോ? ആ കാഴ്ച കണ്ടുനിന്നവരെല്ലാം ഞെട്ടിത്തരിച്ചു. വിവരം കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു. പല ചോദ്യങ്ങളും ഉയർന്നു. അതിന് പക്ഷേ ഒമാൻ സുൽത്താൻ നൽകിയ മറുപടി കേൾക്കുന്നവരിലെല്ലാം രോമാഞ്ചമുണ്ടാക്കും. അന്ന് എന്റെ കാറിലിരുന്നത് കേവലം ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, മറിച്ച് പൂനെയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് അക്ഷരം പകർന്നു നൽകിയ എന്റെ സ്വന്തം പ്രൊഫസറാണ്. ഒരു വിദ്യാർത്ഥി തന്റെ ഗുരുവിന് നൽകേണ്ട ദക്ഷിണ മാത്രമാണിത്. സുൽത്താൻ ഇന്ത്യയെയും ആ മഹാനായ മനുഷ്യനെയും അത്രമേൽ ആദരിച്ചിരുന്നു എന്നതാണ് യഥാർത്ഥ സത്യം. ഈ സംഭവം നമുക്കെല്ലാവർക്കും നൽകുന്ന സന്ദേശം ചെറുതല്ല. അധികാരത്തിന്റെയോ സമ്പത്തിന്റെയോ യാതൊരു അഹങ്കാരവുമില്ലാതെ പ്രായം കൊണ്ടും പദവി കൊണ്ടും തന്നെക്കാൾ വലിയ ഒരു മനുഷ്യന് മുന്നിൽ തലകുനിക്കാൻ കാണിച്ച ആ വലിയ മനസ്സ്, അതാണ് യഥാർത്ഥ രാജകീയത. അതാണ് ഒരു അധ്യാപകന്റെ പവർ. അതാണ് ഗുരുശിഷ്യബന്ധം. ഓർക്കുക, ഏത് രാഷ്ട്രത്തലവനിലും മുകളിലാണ് വിജ്ഞാനം പകർന്നു നൽകിയ ഗുരുനാഥൻ. പാഠ്യപദ്ധതികൾക്കപ്പുറം ജീവിത മൂല്യങ്ങൾ പകർന്നും ജീവിതങ്ങളെ സ്വാധീനിച്ചും അധ്യാപകർ വാർത്തെടുക്കുന്നത് ലോകത്തിന്റെ നാളെയാണ്. കാലികമായ മാറ്റങ്ങൾ അധ്യയനത്തിലും വന്നെങ്കിലും വെളിച്ചം പകരുന്ന ആ വിളക്കുമാടങ്ങൾ തന്നെയാണ് ഏതുകാലത്തും ഗുരുക്കന്മാർ. ലോകത്തിന്, തലമുറകൾക്ക്, മാനവകുലത്തിന് വെളിച്ചം പകരുന്ന കർമ്മകാണ്ഡത്തിന്റെ അവകാശികൾ. അറിവിനെ അനുഭവമാക്കി തലമുറകളെ വഴി നടത്തുന്ന ഗുരുക്കന്മാർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഗുരുക്കന്മാരെ ബഹുമാനിക്കുക കുട്ടികളെ. അപ്പോൾ അത് മാത്രമാണ് സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്.